റബ്ബറിന് വിലയിടിവ് കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നത്. 180 രൂപ മുതൽ 200 രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില. 300 മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കൃഷിക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് കർഷകർ പറയുന്നത്. റബ്ബർ തോട്ടം വിട്ട് മറ്റ് കൃഷികളിലേക്ക് കടക്കുന്ന സാഹചര്യമാണെന്നും കർഷകർ പറയും. റബ്ബറിന്റെ വിലയിടിവ് റബ്ബർ കർഷകരെ തീരാ ദുരിതത്തിലാക്കുകയാണ്. വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി. 180 മുതൽ 200 രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില. 300 മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം. പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ്. കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലിച്ചെലവ് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കർഷകർ. റബ്ബർ തോട്ടങ്ങൾ കാട് കയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുണ്ട്. കൂലിക്കാളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഷീറ്റിന് വില 180 പണിക്കൂലി കൂടുതലാണ്. അപ്പം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മുതലാകുന്ന കേസല്ല. പിന്നെ ചിരട്ട, ചില്ല്, പ്ലാസ്റ്റിക് എല്ലാം ഒട്ടിയിലും ഇതെല്ലാം വരുമ്പോൾ നമുക്കൊരു മരത്തിനൊരു 150 രൂപ മേടിപ്പോകും. വിലയിടിവ് മൂലം റബ്ബർ തോട്ടം വിട്ട് മറ്റു കൃഷികളിലേക്ക് കടക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സബ്സിഡി അടക്കം ലഭ്യമാക്കി റബ്ബർ കർഷകരെ പിടിച്ചു നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. കൂലി, വളം, പരിചരണം ഇവയുടെ പണം കഴിച്ചാൽ ലാഭമല്ല നഷ്ടമാണ് വരുന്നതെന്ന് കർഷകർ പറയുന്നു. സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലിച്ചെലവ് മാത്രം ലഭിക്കുന്നു. കേരളത്തിൽ നിന്നും വരും നാളുകളിൽ പരിപൂർണമായി റബ്ബർ കൃഷി ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു. സിറ്റി വിഷൻ, അടിമാലി.